ഒന്ന് പിന്നെ ഞാൻ വന്നിരിക്കുന്നത് പിന്നെ കരൾ രോഗി ഒരു കുറേ 2-3 പേരെയാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ പറയുന്ന അടുത്ത വീഡിയോയിൽ അതിൻ്റെ എല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. എത്രയോ 35 ലക്ഷം രൂപയാണ് ഒരു കരൾ രോഗം മാറ്റി വെക്കണം ഒരു കുഞ്ഞിൻ്റെ. എല്ലാം ദയനീയാവസ്ഥ. അവരെ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും. പക്ഷെ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാവുന്നതാണ് കരൾ രോഗം ഇത്രയേ ഉള്ളൂ. കരൾ രോഗത്തിന് ഒരിക്കലും വലിയ ചികിത്സ പാടില്ല. വൃക്കയ്ക്കും അതുപോലെ തന്നെ. നമ്മൾ അപകടത്തിൽപ്പെട്ടിട്ട് എല്ലൊടിക്കുകയോ തല ഒക്കെ പോകുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത് മാറ്റിവെക്കാൻ നട്ടെല്ലൊടിഞ്ഞ് അല്ലെ കാൽമുട്ട് മുറിഞ്ഞു പോയി ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ കരൾ രോഗം എന്ന് പറയുമ്പം ഏറ്റവും മൃദുവായിട്ടാണ് നമുക്കത് വേണ്ടത്. കാരണം അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കത് പറയാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കരൾ രോഗമില്ലാത്തവർക്കായാലും ഉള്ളവർക്കായാലും കരൾ രോഗം ഉള്ളവരാണെങ്കിൽ അത് ആദ്യമൊന്ന് പോയി നിങ്ങൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. എന്നിട്ട് കരളിന് എത്രത്തോളം നിങ്ങളുടെ ആരോഗ്യമുണ്ടെന്ന് വരുത്തുക. അത് എല്ലാവരും ഒരു വർഷത്തിൽ ചെറിയ പിള്ളേരായാലും വലിയവരായാലും നിങ്ങൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. പിന്നെ എന്നാ വെച്ചാൽ ഐസ്ക്രീം, ചോക്ലേറ്റ് ഇത് പാടെ ഉപേക്ഷിക്കുക. അതുപോലെ ബേക്കറി പലഹാരങ്ങൾ, റസ്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനി നിന്ന് പറഞ്ഞ് വരുന്ന ബിസ്ക്കറ്റുകളും പലഹാരങ്ങളും അത് കളറടിച്ച മിച്ചറുകളോ ഉപേക്ഷിക്കുക. കാരണം പണ്ട് ഇതൊക്കെ നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ പല എണ്ണപ്പലഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. അന്നൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ എണ്ണ മായങ്ങൾ ചേർത്തുണ്ടാക്കുന്ന എണ്ണയിലുണ്ടാകുന്ന പലഹാരങ്ങൾ നിമിത്തം അത് നമുക്ക് വളരെയധികം വൃക്കയ്ക്ക് കംപ്ലൈൻറ്റ് വരുന്നു, ശ്വാസകോശത്തിന് കംപ്ലൈൻറ്റ് വരുന്നു, കരളിന് കംപ്ലൈൻറ്റ് വരുന്നു. അപ്പോൾ അത് നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊന്നും കിട്ടാൻ നിവൃത്തിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുക, കുറച്ച് തേങ്ങ മേടിച്ച് കൊപ്രയാക്കിയിട്ട് സ്വന്തം ആട്ടിക്കാൻ പറ്റിയ ചിരണ്ടി പിഴിഞ്ഞെടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലോണം തീ കത്തിച്ച് കഴിയുമ്പോൾ അത് പറ്റി വന്നു കഴിയുമ്പോൾ എണ്ണ ഊറ്റിയെടുക്കാം. എണ്ണയായി വരും. നമുക്കത് പറ്റിക്കാനും സമയം കിട്ടാത്തത് കൊണ്ടല്ല, നമ്മളതിനകത്ത് മെനക്കെടാത്തത് കൊണ്ടാണ് നമുക്കതൊന്നും കിട്ടാത്തത്. അപ്പം ശുദ്ധമായ വെന്ത എണ്ണ നമുക്ക് കിട്ടും. അത് മക്കൾക്ക് ആഹാരത്തിന് ചേർത്ത് കൊടുക്കാം, മക്കളെ ഉപയോഗിക്കാം, അതുപോലെ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തേങ്ങ, അന്നേരം ഇതിൻ്റെ എണ്ണേൻ്റെ അളവ് കുറച്ചിട്ട് നിങ്ങൾ തേങ്ങ ഉപയോഗിക്കുക. തേങ്ങ ഉപയോഗിക്കുന്നതിന് മാത്രമല്ല, പിന്നെ പാല്, പശുവും പാല്, പാക്കറ്റ് പാലല്ല കേട്ടോ, പാക്കറ്റ് പാല് മായം ചേർത്തതാണ്, അത് കഴിക്കരുത്. അല്ലാത്ത പശുവിൽ നിന്ന് കറന്നപാടി എടുക്കുന്ന പാല് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കഫം വരുന്നതാണെങ്കിലും കഫം നമുക്ക് വേണം. പക്ഷേ കഫം അല്പം പോലും കഫത്തിൻ്റെ പിന്നെ കഫം വേണം നമുക്ക്, എന്നാലേ നമുക്ക് ആരോഗ്യം, നമ്മുടെ ശരീരം ചലിക്കുകയുള്ളൂ. പക്ഷേ അത് വേസ്റ്റ്, നമ്മൾ മലം പോലെ ആണ് വേസ്റ്റ് തള്ളിക്കളയുന്നതാണ് കഫം എന്ന് പറയുന്ന സാധനം. കഫത്തിൻ്റെ പ്രധാന ഘട്ടം വഹിക്കുന്ന നമ്മൾ ചിന്തകളും ആരോഗ്യങ്ങളും ഒക്കെ അതിന് പങ്കുണ്ട്. മലം, മൂത്രം ഇതൊക്കെ പങ്ക് വഹിക്കുന്നില്ല. മലം പോയാലേ ശുദ്ധിയാകുള്ളൂ, മൂത്രം പോയാലേ നമുക്ക് ശുദ്ധി വരുള്ളൂ. ഇതുപോലെ തന്നെ കഫം പോയാൽ, കാരണം ആവശ്യത്തിനുള്ള കഫം നമ്മുടെ ശരീരം സ്വീകരിച്ചതിന് ശേഷം ബാക്കി വേസ്റ്റുള്ള കഫമാണ് പുറത്തോട്ട്. അത് പോകാതെ വരുമ്പോൾ അത് കെട്ടിക്കിടക്കുമ്പോഴാണ് പഴുക്കുകയും കഫക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നത്. അത് തലയിലും ശരീരത്തും, അത് ശരീരത്തിൻ്റെ രക്തം പോലെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ. അതുപോലെ മജ്ജയൊക്കെ എന്ന് പറഞ്ഞാൽ മജ്ജ മാറ്റി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ആഹാരത്തിൻ്റെ നമ്മൾ വിഷാംശം കൂടുതൽ ചെല്ലുന്നതുകൊണ്ടാണ് മജ്ജയ്ക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധിക്കുന്നത്. അന്നേരം നിങ്ങളെന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ അതിന് മജ്ജയെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആഹാരങ്ങൾ നെല്ലിക്ക, അതുതന്നെ നെല്ലിക്കയല്ല, ഇപ്പം നമുക്ക് വലിയവർക്കൊക്കെ ത്രിഫല കഴിക്കാം. അപ്പം ത്രിഫല കഴിക്കുമ്പോൾ ആ ത്രിഫലയിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത് വളരെയധികം മോശം രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് എത്രത്തോളം അതിനകത്ത് ബലം കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ത്രിഫലയൊക്കെ കഴിക്കുക. അന്നേരം മജ്ജ, മാംസം, മോദസ്, സ്രോതസ്, നാഡീ നരമ്പുകൾക്ക്, അസ്ഥിക്ക് ബലം കിട്ടുകയും ജരാനരകളെ മാറ്റി ആരോഗ്യം പ്രദാനം ചെയ്യും ഈ ത്രിഫലയ്ക്ക്. രണ്ടാമത് കരൾ രോഗത്തിന് രോഗികൾ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് രോഗമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു ചോട് ഈ എണ്ണയുണ്ടാക്കുന്ന കഞ്ഞെണ്ണി എന്ന് പറയും, നിങ്ങൾ കയ്യെണ്ണി എന്ന് പറയും. അത്
കൈകൊണ്ട് നല്ലോണം ചോടെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി പ്രഭാതത്തിലാണ് 6:30 മുമ്പായിട്ട് അത് കഴിച്ചിരിക്കണം. അതിന് ശേഷം കഴിക്കാൻ പാടില്ല. പ്രഭാതത്തിൽ കഴിച്ച് 6:30 കഴിയുമ്പോൾ പിന്നെ എന്തെന്ന് പറഞ്ഞാലും നിങ്ങൾ കഴിക്കാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ് മഞ്ഞോടുകൂടി അത് പറിച്ചെടുത്ത് കൈകൊണ്ട് ഇട്ട് ഇങ്ങനെ കൈകൊണ്ട് തിരുമ്പുമ്പോൾ അത് വാടി കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്പൂൺ എടുത്ത് അതേ അളവിൽ തന്നെ തേൻ, ചെറുതേനായിരിക്കണം, ഒറിജിനലായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് തേൻ കഴിക്കരുത്. അല്ലെങ്കിൽ കാട്ടുതേൻ ഒറിജിനലാണെങ്കിൽ കിട്ടിയാൽ മാത്രം, നാടൻ തേൻ ഒട്ടും ചേർക്കരുത്. എന്നിട്ട് ഇത് ചെറുതേൻ കിട്ടിയില്ലെങ്കിൽ മാത്രമേ നാടൻ, എന്നിട്ട് അത് കഴിക്കുക. ഒരു രോഗിയാണെങ്കിൽ ഒരു 2 ആഴ്ച കഴിച്ചു നോക്കും. ആദ്യം കഴിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം രോഗി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് കഴിക്കാനിരിക്കുക. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ പരിശോധിച്ച് നോക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം നമുക്ക് ബലം ചെയ്തിട്ടുണ്ട്, നമുക്കത് എത്രത്തോളം ബലമാകുന്നുണ്ടെന്ന് ബോധ്യമാകും. മനസ്സിലാകുന്നുണ്ടോ? ബലമുണ്ട്. പിന്നെ രോഗമില്ലാത്തവർക്ക് 1 സ്പൂൺ എടുക്കുമ്പോൾ 1/2 സ്പൂണ് തേനും 1/2 സ്പൂണ് കഞ്ഞെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ അപ്പം നമുക്ക് ഈ രോഗം വരില്ല. കാരണം ഇത് കഴിച്ചാൽ നമ്മുടെ കണ്ണിനും മുടിക്കും ശരീരത്തൊക്കെ നല്ലതാണ്. ആമരോഗമുള്ളവർക്ക് മാറുന്നതാണ്. ആമരോഗം ഉള്ളവർക്ക് കരരോഗം ഉണ്ടാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ നന്നാറീൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെള്ളം കുടിച്ച് അത് കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്. അത് പിന്നെ 15 മില്ലി എടുക്കുക. 15 വെച്ചാൽ അതിൻ്റെ കരിന്തൊലി കളഞ്ഞ് അത് ഉണക്കി പൊടിച്ചെടുത്തിട്ട് അത് അതേ അളവിൽ നമ്മളൊരു എടുക്കുന്ന അളവിന് അതേ അളവിൽ ചെറുതേൻ ചേർത്തിട്ട് കഴിക്കുക. 2 നേരം കഴിക്കുക. കരരോഗി പൂർണ്ണമായും മാറും. കരൾ രോഗം പൂർണ്ണമായും മാറുന്നതാണ്. അത് വൈദ്യശാസ്ത്രം കണക്കാക്കിപ്പെട്ട് എഴുതി വച്ചിരിക്കുന്നതാണ് ഈ 2. കാരണം ഞാൻ കൊടുത്തവരെല്ലാം കുഴപ്പമൊന്നുമില്ല. ഞാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കുകയും ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തവർക്കൊക്കെ ഒരു പ്രശ്നവുമില്ല. ഇന്നും അവർ രാജാവായി ജീവിക്കുന്നുണ്ട്. കാരണം അവർക്ക് രോഗമില്ല. പക്ഷെ എൻ്റെ മരുന്ന് ഇത് പറയുമ്പോൾ തള്ളിക്കളഞ്ഞോ ഇതാണോ ഞങ്ങളുടെ എന്ന് പറഞ്ഞ് ഇത് ഈ രോഗം മാറുമോ, ഇത്രയും വലിയ രോഗമോ എന്നിട്ടും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് മരിച്ചു അവിടെ പോകും. ബോഡിയായിട്ട് പിന്നെ 6 അടി മണ്ണിൽ ഉറങ്ങും. ഇതാണ് ചെയ്യാറുള്ളത്. അങ്ങനെ പോകുന്നവരും അതിനോട് കൂടുതൽ പിന്നെ ഹോസ്പിറ്റൽ ഡോക്ടർമാർ അതാണ് വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഇതൊന്നും കേൾക്കണ്ട, അത് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. പക്ഷേ നിങ്ങളിത് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ചുറ്റുവട്ടമുള്ളവർക്ക് അത് പകർന്നു കൊടുത്ത് നിങ്ങളെ രോഗം മാറ്റുക വേണമെങ്കിൽ മാത്രം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ രോഗം മാറിയാൽ എനിക്ക് നിങ്ങളൊന്നും കൊണ്ടുതരില്ല. അത് ഓർക്കണം. ഞാനിത് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കൊടുക്കുന്നതല്ല, ഇത് ഞാൻ എൻ്റെ പേഷ്യൻറ്റിന് ചികിത്സ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പം തരുന്നത് 2-3 വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓരോ കരരോഗി പിടിച്ചൊരു കൊച്ചിനെയും 2-3 പിള്ളേരുടെ അവസ്ഥയെ കണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്തിനാ ഹോസ്പിറ്റലുകാർക്ക് 35 ലക്ഷം രൂപ കൊടുക്കാൻ നമ്മൾ പൈസയും പിരിച്ച് നമ്മൾ പട്ടിണി കടന്നു വെച്ച് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ആവശ്യം? നമുക്കത് ബോധ്യമുണ്ട് അവർക്ക് കരരോഗത്തിന് ഇത്രയും ഇത് കൊണ്ട് മാറുന്നതാണെന്ന്. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാവും. നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഞാൻ 10-30 വർഷം മുമ്പ്, 30 27 വർഷം 28 വർഷമായി ടൈഫോയിഡ് പിടിച്ച് മരിക്കാൻ കിടന്ന ഒരാളാണ്. അത് ഏറ്റവും കൂടുതൽ ലിവറിനും ആർട്ടിനുമാണ് കംപ്ലൈൻറ്റ് വരിക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ 28 വർഷമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഇത് ഇങ്ങനെ പറയണമെങ്കിൽ ഞങ്ങളൊക്കെ ഇത് അത്യാവശ്യമൊക്കെ കഴിക്കണം. ഞാനിപ്പം നന്നാറി എന്ന് പറയുന്നത് നറുനീണ്ടി കഞ്ഞെണ്ണിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ അംശം കൂടുതൽ എൻ്റെ ശരീരത്തുണ്ട്. പക്ഷേ ഞാൻ നന്നാറി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എനിക്കിപ്പം കരൾ രോഗം എനിക്ക് വരുമ്പോൾ ഞാൻ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷമൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ നിന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതെന്നു വെച്ചാൽ ഇതും എൻ്റെ കാര്യം നിങ്ങളോട് വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് നിങ്ങളോടുള്ള എന്നുവെച്ചാൽ പൊതുജനങ്ങളോടുള്ള എന്നെപ്പോലെയാണ് എന്ന് ഒരു ധാരണയുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അംഗീകരിച്ച് ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ രോഗമില്ലാത്തവർക്ക് അളവ് കുറയ്ക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, കുഞ്ഞിക്കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് 2 കാര്യങ്ങൾ കുഞ്ഞിക്കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ചിട്ടോ കഞ്ഞെണ്ണി തിളപ്പിക്കുകയൊന്നും വേണ്ട, ഇത് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കഞ്ഞെണ്ണിയിലൊരു പ്രത്യേകതയുണ്ട്.
കഞ്ഞെണ്ണയിൽ ഇതിൻ്റെ അംശം മനുഷ്യരുടെ ശരീരത്ത് കൂടുതലായി കണ്ടുവരുമ്പോൾ എന്നുവെച്ചാൽ അവർക്കത് ചിലപ്പോൾ ബലം ചെയ്യണമെന്നില്ല. പക്ഷേ കുഴപ്പമില്ല എന്നുവെച്ചാൽ ആമവാദം ഉള്ളവർക്ക് ഏറ്റവും ഉത്തമമാണ്. അവർക്ക് കരൾ രോഗം എന്തായാലും വരും. ആമവാദം ഉണ്ടോ അവർക്ക് കരൾ രോഗം ഉണ്ടാവും. അപ്പം മഞ്ഞപ്പിത്തം ഉള്ളവർക്കും നല്ലതാണ്, മഞ്ഞപ്പിത്തം വന്നവർക്കും നല്ലതാണ്, നിമോണിയ വന്നവർക്കും നല്ലതാണ്. അപ്പം അത് നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ നന്നാറി ഏത് വ്യക്തിക്കും കഴിക്കാം. അന്നേരം നമ്മുടെ ശരീരം രക്തം ഇതെല്ലാം കഴിക്കുമ്പോൾ രക്തം ശുദ്ധിയാകണം. നന്നാറി കഴിച്ചാൽ മൊത്തത്തിൽ ഒരു രക്തശുദ്ധി വരും. എല്ലാ അറകളും തുറന്ന് ഞരമ്പുകൾ തുറന്ന് ഓക്സിജൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തത്. ആരും 140 പേരൊക്കെ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ട് അതിനകത്തൊരു മറുപടിയും വന്നിട്ടില്ല. എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷേ ഇത് മറ്റുള്ളവരുടെ കണ്ണുനീരും കരച്ചിലും കാണുമ്പോൾ നമുക്കൊരു സഹതാപവും സ്നേഹവും തോന്നി അതിട്ട് തരുന്നു. ഓക്കെ.